Hello everyone. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വൊക്കാബുലറി പവർ സെഷനിലോട്ട് സ്വാഗതം. This is part 5 of the same, and today we are going to discuss a synonym, antonym, idiom, one word substitution and fill in the blank type of question, which is very important for SSC CGL exam. Okay, നമുക്ക് ഡിലേ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. ആദ്യത്തെ ചോദ്യം ഇതാണ്, കാക്കഫണി. കാക്കഫണി എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് ഹാർമണി ഓർ സൈലൻസ് ഓർ ഡിസ്കോർഡ് ഓർ മെലഡി? ഓക്കെ, അപ്പൊ കാക്കഫണി എന്നുള്ള വാക്ക് ക്യാക്ക എന്നുള്ള ഒരു റൂട്ട് വേർഡ് വെച്ച് തന്നെ അതിന്റെ മീനിങ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലെ. ക്യാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. സോ ഡിസ്കോർഡ് ഈസ് അവർ ആൻസർ. ഓക്കെ, ഇവിടെ കാക്കഫണി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? A harsh, discordant mixture of sounds അല്ലെ. വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ലൗഡ് നോയ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാക്കഫണി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഡിസ്കോർഡ് വരും, ഡിൻ, ഓക്കെ, DIN, ഡിൻ വരും, നോയ്സ്, റാക്കറ്റ്, ഡിസനൻസ്, ക്ലാമർ ഒക്കെ കാക്കഫണി എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ടുള്ള മീനിങ്സ് വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനി ആന്റണിം ആണെങ്കിലോ? കാക്കഫണിയുടെ ആന്റണിം ആയിട്ട് വരുന്ന വാക്കാണ് ഹാർമണി. ഓക്കെ, അതുപോലെ മെലഡി, സൈലൻസ്, യുഫോണി, ട്രാങ്ക്വിലിറ്റി ഒക്കെ കാക്കഫണി എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ്. ഓക്കെ, സോ കാക്കോ മീൻസ് ബാഡ് അല്ലെങ്കിൽ ഹാഷ്, ഫോണി അല്ലെ, ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ സൗണ്ട് ആണ്. സോ ബാഡ് സൗണ്ട് എന്നുള്ള രീതിക്ക്. ഓക്കെ, ഇനി യുഫോണി എന്ന് പറഞ്ഞാലോ? നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഗുഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ യൂഫോണി എന്ന് പറഞ്ഞാൽ പ്ലസന്റ് സൗണ്ട് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ റൂട്ട് വേർഡ്സ് വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഓസ്റ്റിയർ ആണ് തന്നിരിക്കുന്ന വാക്ക്. ഓസ്റ്റിയർ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സ്ട്രിക്റ്റ് ആണോ, ലക്ഷൂറിയസ് ആണോ, ഹാർഷ് ആണോ, സിമ്പിൾ ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ലക്ഷൂറിയസ് അല്ലെ. അപ്പൊ ഓസ്റ്റിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെ, ലക്ഷറീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത, ഓക്കെ, മോറലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഓസ്റ്റിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെ, ലാവിഷ് ആയിട്ടുള്ള, ഓർണേറ്റ് ആയിട്ടുള്ള, എക്സ്ട്രവാഗന്റ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ എന്ത് പറയും? ഈ ഓസ്റ്റിയർ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഓസ്റ്റിയർ മീൻസ് സിമ്പിൾ, മോറലി സ്ട്രിക്റ്റ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ലാവിഷ്, ലക്ഷൂറിയസ്. ഓക്കെ, റൈറ്റ്. ഇനി അതിന് സിനണിംസ് ആണെങ്കിലോ? സ്ട്രിക്റ്റ്, ഹാർഷ് അല്ലെ, സ്പാർട്ടൻ, സ്റ്റേൺ, പ്ലെയിൻ, എസ്തെറ്റിക് ഇതൊക്കെ ഓസ്റ്റിയർ എന്നുള്ള വാക്കിന് സിനണിംസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ ഓർത്തു വെക്കും? സി, ഓസ്റ്റിയർ മങ്ക് ലിവ്സ് വിത്ത് നത്തിങ് ഫാൻസി അല്ലെ. ഇപ്പൊ ഓസ്റ്റിയർ ആയിട്ടുള്ള മങ്ക് എന്ന് പറയുമ്പോൾ വളരെ മോറലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മങ്ക് അല്ലെ. അപ്പൊ ആൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? ഓർണേറ്റ് ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ, ഫാൻസി ഐറ്റംസ് ഒന്നും അവർ യൂസ് ചെയ്യില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, ഓസ്റ്റിയർ മങ്ക് ലിവ്സ് വിത്ത് നത്തിങ് ഫാൻസി. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിലോ? someone living in luxury അല്ലെ, എല്ലാ കംഫർട്ടോടും കൂടി ജീവിക്കുന്ന ആളെയാണ് നമ്മൾ ഓസ്റ്റിയർ മങ്കിന് ഓപ്പോസിറ്റ് എന്നുള്ള രീതിക്ക് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കൊരു ഈഡിയം നോക്കാം. സ്പിൽ ദ ബീൻസ് എന്നുള്ള ഈഡിയം ആണ് തന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഇതിന്റെ മീനിങ്? ടു കുക്ക് എ മീൽ ആണോ, ടു റിവീൽ എ സീക്രട്ട് ആണോ, ടു മേക്ക് എ മെസ് ആണോ, ടു വേസ്റ്റ് ഫുഡ് ആണോ? എന്താ വരിക? സി, സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സീക്രട്ട്. ഓക്കെ, അപ്പം ടു റിവീൽ എ സീക്രട്ട് ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ടു ആക്സിഡന്റലി ഓർ ഡെലിബറേറ്റ്ലി റിവീൽ എ സീക്രട്ട്. ഓക്കെ, അത് ഈ ഒരു ഈഡിയം ഒരു ഏൻഷ്യന്റ് ഗ്രീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഓക്കെ, ഇൻ ഏൻഷ്യന്റ് ഗ്രീസ് വേർഡ്സ് വർ കാസ്റ്റ് യൂസിങ് ബീൻസ് ഇൻ എ ജാർ. ഓക്കെ, ഒരു ജാറിൽ ബീൻസ് ഒക്കെ ഇട്ട് വെച്ച് അത് വെച്ചാണ് വേർഡ്സ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈക്ക് കൗണ്ട് എത്രയാന്നുള്ളത് നേരത്തെ തന്നെ അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതിൽ നിന്നാണ്, ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഈ ഒരു സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്ന ഈഡിയം വരുന്നത്.
ഓക്കെ, സോ ടു ആക്സിഡന്റലി ഓർ ഇന്റൻഷനലി റിവീൽ സീക്രട്ട് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി, അല്ലെ? സർപ്രൈസ് പാർട്ടിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയരുത്, ഇത് സീക്രട്ട് ആണ് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ഓർത്ത് വെക്കുക? സി, ബീൻസ് ഈസ് റിലേറ്റഡ് ടു സീക്രട്സ്. ഓക്കെ, സോ ദേ വർ ഹിഡൻ ഇൻ ദ ജാർ. അപ്പൊ നമ്മൾ അത് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും അത് കാണാനായിട്ട് പറ്റും, അല്ലെ? ദ സീക്രട്ട് ഇസ് ഔട്ട്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മളൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്. ഓക്കെ, ഉറക്കത്തിൽ നടക്കുന്ന ആളുകളെ നമ്മൾ എന്താ പറയാ? ഇൻസോംനിയാക് ആണോ, സോംനാംബുലിസ്റ്റ് ആണോ, നാർസിസിസ്റ്റ് ആണോ, മിസാൻത്രോപ്പ് ആണോ? ഏതാ വരിക? ഇറ്റ് ഈസ് സോംനാംബുലിസ്റ്റ്, അല്ലെ? സോംനാംബുലിസ്റ്റ് ആണ് a person who walks in sleep. ഓക്കെ, അപ്പൊ ഇവിടെ സി, സോംനസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് ലാറ്റിനില്. അതുപോലെ ആംബുലോ എന്ന് പറഞ്ഞാൽ വാക്ക് എന്നുള്ള മീനിങ് ആ വരുന്നത്. ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: സ്ലീപ്പ്, വാക്ക്, പേഴ്സൺ, വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്. അങ്ങനെയാണ് സോംനാംബുലിസ്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, ഇനി സോംനസ് എന്നുള്ള ആ ഒരു റൂട്ട് വെച്ച് വരുന്ന മറ്റ് വാക്കുകൾ എന്തൊക്കെയാ? ഇൻസോംനിയ വരും, അല്ലെ? ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങാനായിട്ട് പറ്റാത്ത അവസ്ഥ, അല്ലെ? ഇന്നബിലിറ്റി ടു സ്ലീപ്പ് ആണ്. ഓക്കെ, അതുപോലെ സോംനോലന്റ് എന്ന് പറഞ്ഞാലോ ഫീലിംഗ് സ്ലീപ്പി എന്നുള്ള മീനിങ്. അപ്പൊ ഈ സോംന എന്നുള്ള ആ ഒരു റൂട്ട് വേർഡ് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്ലീപ്പ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇൻസോംനിയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങാനായിട്ട് പറ്റാത്ത, അല്ലെ? ഒരാൾ, വൺ ഹു കനോട്ട് സ്ലീപ്പ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇൻസോംനിയാക്ക് എന്ന് പറയും. മിസാൻത്രോപ്പ് എന്ന് പറഞ്ഞാലോ ആന്ത്രോ ഈസ് റിലേറ്റഡ് ടു മാൻകൈൻഡ്, അല്ലെ? ഹ്യൂമൻ. ഓക്കെ, അപ്പം മിസാൻത്രോപ്പ്, മിസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. അപ്പൊ മിസാൻത്രോപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ്. ഓക്കെ, മാൻകൈൻഡ്, മാനവരാശിയെ ഇഷ്ടമല്ലാത്ത എന്നുള്ള മീനിങ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. The new manager was known for her dash approach to solving workplace conflicts. Okay, ഇപ്പൊ പുതിയ മാനേജർ അവരുടെ ആ ഒരു എന്തോ തരത്തിലുള്ള ഒരു അപ്രോച്ച് അതിന് ഫേമസ് ആണ്. എന്തിനായിട്ട്? ടു സോൾവിങ് വർക്ക് പ്ലേസ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, വർക്ക് പ്ലേസിലുള്ള കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യുന്നതിലുള്ള അവരുടെ അപ്രോച്ച്, എങ്ങനെയുള്ള അപ്രോച്ച്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് ലൈക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പുതിയ മാനേജർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബിലിഗ്രന്റ് ആണോ, റെക്ലെസ് ആണോ, പ്രാഗ്മാറ്റിക് ആണോ, അതോ ഒബ്സ്റ്റിനേറ്റ് ആണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രാഗ്മാറ്റിക് ആണ്, അല്ലെ? പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്, സെൻസിബിൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം പ്രാഗ്മാറ്റിക് മീൻസ് ഡീലിംഗ് വിത്ത് തിങ്സ് സെൻസിബിളി ആൻഡ് പ്രാക്ടിക്കലി റാദർ ദാൻ തിയററ്റിക്കലി. ഓക്കെ, അപ്പൊ സോൾവിങ് വർക്ക് പ്ലേസ് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും അത്, അല്ലെ? സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിലിഗ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അഗ്രസീവ് ആയിട്ടുള്ള, റൂഡ് ആയിട്ടുള്ള, എപ്പോഴും ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ബിലിഗ്രന്റിന് വരുന്നത്. ഓക്കെ, അതുപോലെ റെക്ലെസ് എന്ന് പറഞ്ഞാലോ ഒരു തരത്തിലുള്ള ലൈക്ക് കൺസേണും ഇല്ലാത്ത, ഓക്കെ, കോൺസിക്വൻസസിനെ കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാത്ത, വളരെ കെയർലെസ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതുപോലെ ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റബേൺ എന്നുള്ള മീനിങ് ആ വരുന്നത്. ഓക്കെ, ചേഞ്ച് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത, വളരെ സ്റ്റബേൺ ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് ഒബ്സ്റ്റിനേറ്റിന് വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം ഇവിടെ വരുന്ന ആൻസർ പ്രാഗ്മാറ്റിക് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ച 5 കാര്യങ്ങൾ ഒരു റീക്യാപ്പ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. കാക്കഫണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് ഡിസ്കോർഡന്റ് നോയ്സിനെയാണ് കാക്കഫണി എന്ന് പറയുന്നത്. കാക്കോ എന്ന് പറഞ്ഞാൽ തന്നെ ബാഡ് അല്ലെങ്കിൽ ഹാഷ് എന്നുള്ള മീനിങ്. ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്നുള്ള മീനിങ്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ് ഹാർമണി. ഇനി ഓസ്റ്റിയർ എന്ന് പറഞ്ഞാൽ സിവിയർലി സിമ്പിൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്, ലക്ഷറീസ് ഒന്നും ഇല്ലാത്ത, അല്ലെ? അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ലാവിഷ് അല്ലെങ്കിൽ ലക്ഷൂറിയസ് അല്ലെങ്കിൽ എക്സ്ട്രവാഗന്റ് എന്നൊക്കെ വരും, അല്ലെ? അതുപോലെ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാലോ ഒരു സീക്രട്ട് ആക്സിഡന്റലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി പുറത്ത് പറയുന്നതിനെ, റിവീൽ ചെയ്യുന്നതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്ന ആരെയാണ്? വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, അല്ലെ? സ്ലീപ്പ് വാക്കറിനെയാണ് സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് ബെനിഫിഷ്യൽ ഫോർ യു. അപ്പൊ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക ഇഫ് യു ഫൈൻഡ് ഇറ്റ് ബെനിഫിഷ്യൽ. ആൻഡ് ഓൾസോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ
തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസ്ണിംഗ്. അടുത്ത വൊക്കാബുലറി പവർ സെഷനുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ. ഹാപ്പി ലേണിംഗ്.